വേണ്ട, നീ വിട്, ഞാൻ വീഴില്ല. ആത്മവിശ്വാസമൊക്കെ ആങ്ങളയ്ക്ക് നല്ലതാ. പക്ഷേ മൂക്കിപ്പോ തറയിലിരുന്നേനെ. ജയശങ്കർ എങ്ങനെയൊന്നും വീഴില്ല. വീഴ്ത്താൻ ആരും ശ്രമിക്കാൻ വേണ്ട. അഹങ്കാരത്തിന്റെ തലപ്പാവും വെച്ച് നടക്കുന്നവര് ഒരു ദിവസം വീഴും. മുഖത്ത് മണ്ണും പറ്റും. ഓ, അതാണല്ലോ നിന്റെ കെട്ടിയവൻ ഉറക്കം കിട്ടാതെ കല്ലറയ്ക്കുള്ളില് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നത്. എന്റെ കെട്ടിയവൻ ഉടൻ തന്നെ സ്വസ്ഥമായി ഉറങ്ങും. അതിനു മുമ്പ് നിങ്ങൾ വീഴും. വീഴ്ത്താൻ വരുന്നവളാണ് നിങ്ങൾ ഈ കൊട്ടിഘോഷിക്കുന്ന തങ്കച്ചി. ആണോ എന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഒടേ തമ്പുരാൻ മുകളിൽ നിന്ന് ഇറങ്ങിവെന്ന് പറഞ്ഞോ? ഓ, ഒടേ തമ്പുരാൻ നൂലിൽ വന്നോ ഹെലികോപ്റ്ററിൽ വന്നോ എന്നൊന്നും നിങ്ങൾ അറിയണ്ട. കാഞ്ചനയുടെ തോന്നലുകൾ തെറ്റാറില്ല. ഈ തങ്കച്ചി ആരാണെന്നൊന്നും എനിക്കറിയില്ല. എന്തിനാ നിങ്ങളെ സഹായിക്കാൻ ഇത്ര ആവശ്യം കാണിക്കുന്നൊന്നും എനിക്കറിയില്ല. അത് ഒരു പഴയ കടപ്പാടിന്റെ കഥയാ. കൂടുതലൊന്നും നീ അറിയണ്ട. കടപ്പാടാണോ പകയാണോ എന്നൊക്കെ കണ്ടറിയാം. കണ്ടറിഞ്ഞോളാം. കൊണ്ടറിയും. മായാരഞ്ജിനി, സീതാലക്ഷ്മി, പിന്നെ ഞാൻ. സ്ത്രീകളുടെ കണ്ണീര് കൊണ്ട് അണക്കെട്ട് കെട്ടിയ ആളാ നിങ്ങൾ. അപ്പോ തിരിച്ചടി കിട്ടുന്നതും ഒരു പെണ്ണിൽ നിന്നു തന്നെ ആയിരിക്കും. ഒന്ന് സൂക്ഷിച്ചു. അല്ലെങ്കിൽ നാളെ തങ്കച്ചിക്ക് മുന്നിൽ ഓച്ഛാനിച്ച് നിൽക്കേണ്ടി വരും. ഫാഷൻ ഷോയും വിട്ടു, നിറങ്ങളുടെ ലോകവും വിട്ടു. ഇപ്പോ ജീവിതത്തിൽ കൂടുതൽ നിറങ്ങൾ ചാർത്തുന്ന സന്തോഷത്തിലാ. മനസ്സമാധാനം എന്താന്ന് ഇപ്പോഴാ അറിയുന്നത്. ആരോടും ദേഷ്യവും ഇല്ല, ഒന്നാമതെത്തണമെന്ന ആഗ്രഹവും ഇല്ല. പക്ഷെ വൈരാഗ്യമുണ്ട്, ഒരാളോട് മാത്രം. എന്നോടായിരിക്കും അല്ലേ? നീന, ഞാൻ വിളിക്കാം. കുട്ടിക്കാലം തൊട്ടുള്ള നിന്റെ സ്വഭാവം ഇതാണല്ലോ. അനാവശ്യമായ വാശി, പിന്നെ കുറച്ച് സ്വാർത്ഥത, എടുത്തിയാട്ടം, ദേഷ്യം, ഇതൊക്കെയാണല്ലോ മുന്നിട്ട് നിൽക്കുന്നത്. ഡാഡി എന്തിനാ ഇതൊക്കെ ഇപ്പൊ പറയുന്നേ? പറഞ്ഞാലേ നിനക്ക് മനസ്സിലാവൂന്ന് തോന്നിയതുകൊണ്ട്. കാഞ്ചന എന്നെ തോൽപ്പിക്കാൻ നിന്റെ മനസ്സിലേക്ക് എറിഞ്ഞ ഒരു വിഷമുള്ള, അത് നീ ചുവന്നുകൊണ്ട് നടന്ന് മനസ്സിലിട്ട് വളർത്തി എനിക്കെതിരെ വിരൽ ചൂണ്ടുകയാണ്. ആവശ്യമില്ലാത്ത ഗ്രോത്തുകൾ ശരീരത്തിൽ ഉണ്ടാവുന്നതാണ് ക്യാൻസർ. അതുപോലെ തന്നെയാണ് അനാവശ്യ ചിന്തകളും സംശയങ്ങളും. അതെന്താ നിനക്ക് മനസ്സിലാവാത്തത്? എന്റെ അമ്മയുടെ കാര്യത്തില് എന്താ സംഭവിച്ചതെന്ന് ഡാഡി തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ആ സംശയം അങ്ങ് തീർന്നേനെ. ഡാഡി എന്താ അതിന് തയ്യാറാവാത്തത്? മായയുടെ മരണത്തെ ചുറ്റിപ്പറ്റി എന്റെ ഉള്ളിലും അന്നു തൊട്ടേ നീറുന്ന ചില സംശയങ്ങളുണ്ട്. മായ എന്നെ വിളിച്ച് കുളിമുറിയിൽ കാലുതെറ്റി വീണുവെന്ന് പറഞ്ഞു. അതിനുശേഷം കുഴപ്പമില്ല, പതിയെ വന്നാൽ മതിയെന്നും പറഞ്ഞു. പിന്നെ ഞാൻ വരുമ്പോൾ ഡൈനിങ് ടേബിളിൽ തലചായ്ച്ച് മരിച്ചിരിക്കുന്ന മായയാണ് ഞാൻ കണ്ടത്. എല്ലാത്തിലും എന്തോ ദുരൂഹതയുണ്ട്. അതുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത്. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് റിസൾട്ട് കിട്ടി. വീണതാണോ അതോ ആരെങ്കിലും ക്ഷത ഏൽപ്പിച്ചതാണോ എന്ന് ആർക്കറിയാം? നീ ആരെയാണ് ഈ സംശയിക്കുന്നത്? എന്നെയോ? ഞാൻ ആ സമയം ഹോസ്പിറ്റലായിരുന്നു. കയ്യാളായ ആരെങ്കിലും പറഞ്ഞു വിട്ടാലും പോരെ? നിർത്ത്. നിന്നോട് മര്യാദക്ക് സംസാരിക്കാൻ വന്നപ്പോ നീ എന്നെ കുറ്റവാളിയാക്കുന്നു. എന്തായാലും എന്റെ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടിയിട്ടില്ല. എന്റെ മനസ്സിനും ശാന്തിയില്ല. അത് കിട്ടണമെങ്കിൽ എന്റെ അമ്മയുടെ മരണ രഹസ്യം വെളിയിൽ വന്നേ തീരൂ. അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. മോളെ, നീ ഞാൻ പറയുന്നു കേൾക്ക്.
ഡാഡിയുടെയും മോളെ എന്നുള്ള വിളി കേൾക്കാൻ എനിക്ക് എന്നും ഇഷ്ടമായിരുന്നു. പക്ഷെ ഇതിനുള്ള ഉത്തരം കിട്ടുന്നത് വരെ നമുക്കിടയിൽ ഇപ്പോഴുള്ള ഈ അകൽച്ച അതങ്ങനെ തന്നെ നിൽക്കും. ചേച്ചിമേ, എന്താ മോളെ, ജ്യൂസ് വല്ലതും വേണോ? ഒന്നും വേണ്ട. സിദ്ധണ്ണൻ എവിടെ പോയതാണെന്ന് അറിയോ ചേച്ചിമ്മക്ക്? ഇല്ല മോളെ, അവൻ എന്നോട് വല്ലതും പറയൂ. ഞാനിപ്പോ അവന് ചതുർത്ഥിയല്ലേ. ഞാൻ വന്നതുകൊണ്ട് ചേച്ചി അനിയനും മിണ്ടതായില്ലേ? ശേ, മോൾ അങ്ങനൊന്നും ചിന്തിക്കല്ലേ. അവന്റെ സ്വഭാവം പണ്ടേ ഇങ്ങനെ. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് പറഞ്ഞങ്ങ് നിൽക്കും. ദേ, നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നാ മതി, തനിയെ നമ്മുടെ വഴിക്കിങ്ങ് വന്നോളൂ. ഇല്ലെങ്കിലേ നമ്മൾ വരുത്തും. പോരെ? മതി. ശരത്താ, എന്തെങ്കിലും കാര്യമില്ലാതെ അവൻ വിളിക്കത്തില്ല. ആ ശരത്തെ, എന്റെ പ്രേമേച്ചി, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും ചേച്ചി അറിയുന്നുണ്ടോ? എന്താ ശരത്തെ, നീ കാര്യം പറ. ചേച്ചിയുടെ വക്കീലനിയൻ വീട്ടിലുണ്ടോ? ഇല്ല, അവൻ രാവിലെ ഒരുങ്ങിക്കെട്ടി പോന്നാണ്ടായിരുന്നു. എങ്ങോട്ടാ പോയത്? അതൊന്നും എനിക്കറിയത്തില്ല. ചിലപ്പോ കോടതിയിലോട്ടായിരിക്കും പോയത്. നീ കാര്യം പറ ശരത്തെ. പോയത് കോടതിയിലോട്ടാ, ദേവികയുടെ കോടതിയിലോട്ട്. സമസ്ത അപരാധങ്ങൾ ഏറ്റുപറഞ്ഞ് കാൽക്കൽ വീട്. നീ കാര്യം ശരിക്കും തെളിച്ച് പറ ശരത്തെ. യോ എന്റെ പ്രേമേച്ചി, വക്കീൽ സിദ്ധാർത്ഥൻ ഇവിടെ, അതായത് സുധി സാറിന്റെ വീട്ടിൽ വന്നു. അതേന്നേ, വന്ന് മനോഹരനെയും ദേവികയും കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് കോംപ്രമൈസ് ആക്കിയിട്ടാ പോയത്. നീ പറയുന്നതൊക്കെ സത്യമാണോ ശരത്തെ? സത്യം. പ്രേമേച്ചോട് ഞാൻ കള്ളം പറയൂ, അതും ഈ ഒരു കാര്യത്തില്. ആഹാ, അപ്പോ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണല്ലേ. ഇനി എന്താ വേണ്ടേന്നേ ഈ പ്രേമയ്ക്കറിയാം. നീ ഫോൺ വെച്ചോ. എന്താ ചേച്ചിമേ? മോള് വാ, പറയാം. വാ. രണ്ടുപേരും ഇവിടെ ഇരുന്നേ പത്രം അരിച്ചു പറക്കി ലോക വിവരങ്ങൾ അറിയും. ഇവിടുത്തെ വിവരങ്ങളെ നാട്ടുകാര് പറഞ്ഞിട്ട് വേണമല്ലോ മറ്റുള്ളവർ അറിയാൻ. നീ ഇങ്ങനെ വാലും തലയും ഇല്ലാതെ കിടന്ന് പ്രസംഗിക്കാതെ കാര്യം പറമേ. അച്ഛന്റെ പുന്നാര മോൻ, നിങ്ങളുടെ കുഞ്ഞളിയൻ രാവിലെ ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാ പോയെന്നറിയാമോ? ആ നാണം കെട്ടവൻ സുധിയുടെ വീട്ടിൽ പോയിരിക്കുന്നു. അതിനിപ്പോ എന്താ? സിദ്ധു ആദ്യമായിട്ടല്ലല്ലോ ആ വീട്ടിൽ പോകുന്നത്. നേരത്തെ പോയതുപോലെയാണോ അച്ഛ ഇപ്പം? കല്യാണം ഉറപ്പിച്ച ചെക്കൻ ആ വീട്ടിൽ ഇങ്ങനെ കേറി ഇറങ്ങുന്ന ശരിയാണോ? ചന്ദ്രമോൾക്കും മോളുടെ അച്ഛനും അല്ലേ അതിന്റെ നാണക്കേട്.